പോലും അറിയാണ്ട് നമ്മളിവിടെ സ്റ്റാർ ആയിരിക്കുകയാണ്. ഇന്നലെ ചോദിച്ചല്ല നിങ്ങളല്ലേ ഇൻഡിഗോയില് വർക്ക് ചെയ്യുന്ന ആൾക്കാര്. ഹായ് ഗൈസ്, നമ്മളിപ്പോൾ ഉള്ളത് മാൾ ഓഫീഷ്യലാണ്, അതായത് ബാംഗ്ലൂര്. ഇവിടെ എന്താ കാണാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാ അക്ഷരം ഇവിടെ കാണാനുള്ളത്? ഇത് മാളുടെ ഭംഗി നമുക്ക് ആസ്വദിക്കാം. മാളിന്റെ ഭംഗി അവൻ ആസ്വദിക്കും. പിന്നെന്താ ആസ്വദിക്കുന്നുണ്ടാ? പിന്നെ അടിപൊളി ലക്ഷറീസ് ആയിട്ടുള്ള ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബ്രാൻഡ്സ് ഉണ്ട്, കുറെ ചോയ്സ് ഉണ്ട്. പിന്നെ H&M ആണെങ്കിലും ജൂബിയോ, അങ്ങനെ നമുക്ക് അറിയാത്ത പല ബ്രാൻഡ്സ് ഇവിടെ ഉണ്ട്. നമുക്ക് ഇതിന്റെ ഒരു മാപ്പ് നിങ്ങൾക്ക് കാണിച്ചാ ഗൈസ്, അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. നമുക്കിപ്പോ ഫുഡൊക്കെ വേണമെങ്കിൽ ഷോപ്പ് അതിന്റെ ഫുഡ് ഓർഡർ അല്ല, നമുക്ക് എന്തൊക്കെ ഉണ്ടെന്ന് അറിയാൻ പറ്റും, ഏതൊക്കെ ഫുഡ് കോർട്ടാന്ന്. ഔട്ട്ലുക്ക് കാണിച്ചെടുക്കടാ. എന്ത് നിന്റെ ഗെറ്റപ്പ് ഔട്ട്ലുക്ക് ഗെറ്റപ്പോ എങ്ങനെയുണ്ട്? ആ ഗെറ്റപ്പ് രണ്ട് പോസ് ഉണ്ടാ. ഇപ്പൊ രാവിലെ മുഴുവൻ ഭയങ്കര പോസ് ആയിരുന്നു ഗൈസ്. ഞാൻ ശീലിച്ചോ ഇങ്ങനെ നിന്നിട്ട്? എനിക്ക് അറിയുന്നില്ല, ഞാൻ ആദ്യമായിട്ട് ഒരു വ്ളോഗിലെല്ലാം നിൽക്കുന്നത്. പിന്നെ ഞാൻ പിന്നെ ഡെയിലി എന്നെ പെറ്റിട്ടത് വ്ളോഗിലേക്കായിരുന്നു. മറ്റേ ഇൻഫ്ലുവൻസർ ഇത് നമുക്ക് പറയാം. നമുക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ വിളിച്ചിട്ട് കോണ്ടാക്ട് ചെയ്യാം. വലിയ നമ്പർ ആണല്ലോ. രണ്ട് നമ്പറാണ്. പിന്നെ വാഷ്റൂംസ്, ബേബി കെയർ ഒക്കെ അടിപൊളി ഫീച്ചറാ. വേറൊരു മാള് ഞാനിങ്ങനെ കണ്ടിട്ടില്ല, ഉണ്ടാവും. വേറെ ഏതൊക്കെ മാളിൽ നീ പോയിട്ടുണ്ടോ? വേറെ പല മാളിലും ഞാൻ പോയിട്ടുണ്ട്. മറ്റേ കോർമംഗലൂർ മാളില്ലേ? കോർമംഗലൂർ എനിക്കറിയില്ലടാ. നെക്സസ് ഫോറം പിസ്സ നെക്സസ് മാൾ. പിന്നെ ഭാരതീയ മാള്, അവിടെ ഒക്കെ പോയിട്ടുണ്ട്. പിന്നെ ഞാൻ ഇവിടെ പിന്നെ ഹൈദരാബാദൊക്കെ ഞാൻ ട്രെയിനിങ്ങിന്റെ ടൈമില് അവിടെയും പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഏതാ ഓറിയോൺ മാളോ? എനിക്ക് ഓർമ്മയില്ല, പേരൊന്നും ഓർമ്മയില്ല. അടിപൊളി മാൾസ് ഉണ്ട്. ഞാനാകെ പോയിട്ടുള്ളത് ഒരു മിന്റുവാള്, ബത്തേരി ഉള്ളത്, ഞങ്ങളെ നാട്ടിലുള്ള വയനാട്ടിൽ മിന്റുവാള്, ലുലു മാള്, ഇതാ ഞാൻ ആകെ പോയിട്ടുള്ളത്. പിന്നെ അതിനുശേഷം വരുന്ന മാളാണ് എന്താണ് ഇത് ഫിയോണിക്സ് മാൾ ഓഫ് ഏഷ്യ എന്ന് പറയുന്നത്. ഫിയോണിക്സ് മാൾ ഓഫ് ഏഷ്യ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടുത്തെ ബാക്കി കാഴ്ചകളും കൂടി ഞാൻ എന്ത് ചെയ്യാം, ഒന്ന് റൗണ്ട് അടിച്ച് കാണിച്ചിട്ടാ. എനിക്കത് കാണുമ്പോ നമ്മുടെ പിന്നെ കാർത്തിക് സൂര്യനെ പോലെ തന്നെ ഷസാമില്ലേ, അവരെയാണ് ഓർമ്മ വരുന്നത്. ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവർ ഈ മിനിയേച്ചറിന്റെ സംഭവത്തിന് ഭയങ്കര ഫാനോടാ. ഈ കാർത്തിക് സൂര്യ പോലെ തന്നെ മറ്റേ ഷസാമില്ല, അവരൊക്കെ. അതുപോലെ നീയും ഇതിലൊരു ക്രേസ്, നിനക്കൊരു ക്രേസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇവന്റെ ക്രേസാണ് ഗൈസ് ഇതൊക്കെ. അപ്പോ ഞങ്ങൾ എന്നാലും ഇവിടുന്ന് പോയിട്ട് ബാക്കിയുള്ള മാളോഫേഷ്യന്റെ ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ കാണിച്ചു തരാം കേട്ടോ. ഇവിടുന്ന് സെൽഫി വീഡിയോ എടുക്കുക. ഇവരൊരു സെൽഫി വീഡിയോ ആണെന്നാ പറഞ്ഞത്. എങ്ങനെ കുനിയണോ? കുനിഞ്ഞിട്ട് ഇങ്ങനെ അപ്പൊ ഇവരെ കാണും. ഇപ്പൊ കാണുന്നുണ്ടോ? അതാ ഇങ്ങനെ പറയടാ, ഇത് വൈഡാണ്, ഇത് കാണൂലേ? ഇവന്റെ പേരെന്താ? ഇതൊക്കെ ഈ ഏടുന്നൊരു ആശ്രയത വരുന്നത്. ഇവന്റെ പേരുണ്ട് അയമാൻ. ഇവന്റെ വേറെന്തൊരു പേരുണ്ട്, എനിക്ക് ഓർമ്മ ഇല്ലെന്ന് പറഞ്ഞാ. ബാറ്റ്മാൻ എനിക്ക് വേറെ സാധനം ഉണ്ട്. നിങ്ങൾ അറിയാത്തൊരു കമന്റ്, ഇവന്റെ അയൺമാൻ ആണിത്. ഏത് വകയാണ് ഇത് അയൺമാൻ എന്ന് പറഞ്ഞത്? പിന്നെ ഏതാടാ? അയൺമാൻ ഫാൻസ് കേൾക്കണ പോലെ അയൺമാൻ ഫാൻസ് കേട്ടിട്ടുണ്ടെങ്കിൽ ബാക്കി വേറെ എന്തെങ്കിലും പറയും. ബൈ ദ വേ ഗൈസ്, ഞങ്ങള് പിന്നെ നമ്മുടെ മറ്റേ വ്ളോഗ് അപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മള് മൈക്ക് മേടിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മളിപ്പോ മൈക്കിലാണ് വ്ളോഗ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് കുറച്ചും കൂടി വൃത്തിയായിട്ട് സൗണ്ട് ഒക്കെ കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നത് അല്ലേ? ഈ കുറച്ച് സൗണ്ട് സംസാരിക്കുക. പിന്നെ നോർമലി തന്നെ നല്ല സൗണ്ടാണ്, ഇതിൽ നല്ല സൗണ്ട് ആയിട്ട് കേൾക്കേണ്ടി വന്നു അല്ലേ? നമ്മൾ നിൽക്കുന്ന ഒരു ബാറിന്റെ ഫ്രണ്ടിലല്ലേ? കസ്റ്റമറിലത് അക്ഷരേ, ഞാൻ വരുമ്പോ എൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞു. അതായത് പൈസക്കാർ മാത്രം പർച്ചേസ് ചെയ്യാൻ വേണ്ടി വരുന്നൊരു സ്ഥലമാണ് ഇത്. പക്ഷെ അതിൽ ചെറിയൊരു തിരുത്തുണ്ടാ. കാരണം പാവപ്പെട്ടവരായ നമ്മള് വന്നില്ലടാ അവിടെ. നമ്മളെപ്പോ അല്ല, എന്നാലും നമ്മളെ പോലുള്ളവർ ഇവിടെ കാണാൻ വേണ്ടിയെങ്കിലും വരുന്നില്ലടാ. അങ്ങനെ ഡിഫറെന്റ് ഇവിടെ ഈവന്റ്സ് ഒക്കെ നടക്കുക. കഴിഞ്ഞ വർഷം വന്നിട്ട് റാമ്പ് വാക്ക് ഒക്കെ ഉണ്ടായിരുന്നു. കുറെ ഷോപ്സിന്റെ വെഡിങ്, മറ്റേ കുറെ ഡ്രസ്സിന്റെ ഷോപ്സിന്റെ ഒക്കെ ഈ
എന്താ പറയാ ഉം. അതിന്റെയൊക്കെ അഡ്വർടൈസ്മെന്റ് ഉം. അതൊക്കെ ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ വന്നിട്ട് റാമ്പ് വാക്ക്. അപ്പം അടിപൊളിയായിരുന്നു, നല്ല മ്യൂസിക്കും വീഡിയോസ് ഒക്കെ. നമ്മള് എസ്കലേറ്റർ കയറുന്നു ഇറങ്ങുന്നു അങ്ങനൊരു സീരീസിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ ആ സൈഡ് കൂടെ കണ്ടിട്ടില്ല. അത് ആ കാണുന്ന സൈഡ് കൂടെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ കാണാനുണ്ട്. അപ്പൊ അതും കൂടി കണ്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതും കൂടി കണ്ടതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി വേറെ എന്തെങ്കിലും കാണാൻ വേണ്ടി പോകാലോ. എന്ത് പറയണേ, നമ്മളപ്പുറത്തുള്ള കുറെ പേര് നമ്മളെ തന്നെ ഉച്ചു നോക്കുന്നു. ഒരു ഭീകര അവര് ഫോട്ടോ എടുക്കുന്നുണ്ട്, ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്നുണ്ട്. അതിനെടുക്കാൻ നടന്നിട്ട് ഞങ്ങള് ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്ന ഇടയിൽ കൂടെ ഞങ്ങൾ അതിനെടുക്കാൻ വന്നിട്ട് ചാമ്പിക്കൊന്നു. ശരിയാട്ടോ. പിന്നെ ജോൺസ് ജൂനിയറിന്റെ ഡ്രസ്സുകൾ, പിന്നെ ഇതെന്തോ ഡ്രസ്സുകൾ, ലേഡീസിന്റെ ഡ്രസ്സുകൾ. സൗദിയുടെ ഇതൊരു സുന്ദരിയായ പെൺകുട്ടി, ഇതൊരു സുന്ദരനായ പുരുഷൻ. ബ്യൂട്ടികളെ എനിക്ക് കാണിച്ചു തരുന്നുണ്ട് ഗൈസ്. പക്ഷേ അടി കിട്ടിയാൽ ഇവന്റെ ഉദ്ദേശിച്ച ബ്യൂട്ടി ഇതായിരുന്നു ഗൈസ്. ഇവനൊരു കില്ലാടി തന്നെ. ഞാനൊരു കില്ലാടി തന്നെയാടാ. ഇതിനോട് ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നു. ഭയങ്കര റേറ്റ് ആണ്. അല്ലടാ, റേറ്റ് അല്ലടാ. പക്ഷെ ചില സ്ഥലം കാണാൻ കൊള്ളാം. റേറ്റ് ഉണ്ടെങ്കിലും റേറ്റിനെ കാണാൻ കൊള്ളാം. അതാണ് നമ്മളൊരു പ്രത്യേകത എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു നമ്മള് ഇവിടെ വന്നിട്ട് നമ്മളൊരു മലയാളീസിനും കണ്ടില്ലല്ലോ. ഇല്ല, അത് മനുവിന്റെ ഒരു ആഗ്രഹമാണ് ഏതെങ്കിലും ഒരു മലയാളിനെ കാണുന്നത്. മനുവിന്റെ ആഗ്രഹമായിട്ടൊന്നുമില്ല. ഇവിടെ ചെയ്യണമെങ്കിൽ നമ്മൾ എവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെ ചെന്ന് കഴിഞ്ഞാലൊരു മലയാളി നേരെ. ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അഷറിന്റെ നോമ്പ് കുറിക്കാനാ. നല്ല ലേഡീസിന്റെ അടിപൊളി സാധനങ്ങൾ, വെഡിങ് കളക്ഷൻ. അഷറിന്റെ പെണ്ണിനെ കല്യാണം, അഷറിന് കല്യാണം ചെയ്യുന്ന സമയത്ത് പെണ്ണിന് മേടിച്ചെടുക്കാനൊക്കെ. എടാ, എന്റെ കല്യാണത്തിന് വിളിക്കണം, ഞാൻ എന്റെ പെണ്ണിന് ഞാൻ ഡ്രസ് എടുത്ത് കൊടുക്കാട്ടോ. ഉറപ്പല്ലേ? അല്ല, നിനക്ക് സോറി ഗൈസ്, മാറിപ്പോയി. ഇവന്റെ ഡ്രസ് ഞാൻ എടുത്ത് കൊടുക്കും ഗൈസ്. ഇത് വീഡിയോ തെളിവാണ്. പിന്നെ അന്ന് ഞാൻ നിനക്ക് എടുത്തു തരും, കൺഫേം. സന്തോഷം. ഇവിടെ ഒരു സുന്ദരിയായി പെണ്ണതാ ബാക്കിൽ പോകുന്നു. പിന്നെ നമുക്ക് നമ്മുടെ യൂട്യൂബർ നമുക്ക് കുറച്ച് സബ്സ്ക്രൈബേഴ്സിന് കിട്ടിയാണ് കേട്ടോ ഇവിടുന്ന്. പക്ഷെ ഇവര് ആക്ച്വലി ചാനല് അങ്ങനെയല്ല, ചാനൽ സെർച്ച് ചെയ്തിട്ടില്ല. നമ്മളെ ചാനൽ എത്ര സെർച്ച് ചെയ്തിട്ട് കിട്ടാൻ വേണ്ടി പോകുന്നില്ല എന്നുള്ളൊരു കാര്യം അത് വേറൊരു സംഭവമാണ്. പിന്നെ ഇന്റെ ഫോട്ടോ ഇല്ലടാ, വെളുത്ത ഫോട്ടോ വെളുത്തില്ലടാ, മറ്റേ ഡ്രസ്സുള്ള ഫോട്ടോ, തൊപ്പിയൊക്കെയുള്ള ഫോട്ടോ. അത് നീ എന്തെങ്കിലും സെൻഡ് ആക്കി. Bro, actually it is difficult to get the channel because we just started now. Only 79 subscribers we have. So we just started. So yeah, we will give you the link. Link on the okay. Just give me a number. I will send the link. Okay. പോലും അറിയാണ്ട് നമ്മളിവിടെ സ്റ്റാർ ആയിരിക്കുകയാണ്. ഇന്നലെ വരുന്ന ചോദിച്ചല്ലേ, നിങ്ങളല്ലേ ഇൻഡിഗോയില്, പിന്നെ ഇൻഡിഗോയില് വർക്ക് ചെയ്യുന്ന ആൾക്കാർ വീഡിയോ ഒക്കെ കണ്ടിരുന്നു. ഒരൊറ്റ വീഡിയോ വൈറലായിന്നാണ്. വൈറലായിട്ടുണ്ടാവുമല്ലേടാ? ആയിരിക്കാം, എനിക്കറിയില്ല. പക്ഷെ നമ്മളെന്തായാലും ആൾക്കാരൊക്കെ ഒന്ന് ചെറുതായിട്ട് റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. പിന്നെ ഞാനും ആദ്യമായിട്ടാണ് ഇത്ര ആൾക്കാരെ മുന്നിൽ വെച്ചിട്ട് എനിക്ക് ഇങ്ങനെ ക്യാമറ പിടിച്ച് കിടക്കാന്നൊക്കെ പറയുന്നത് തന്നെ എന്തൊരു ബുദ്ധിമുട്ടുള്ള കാര്യമെന്ന് അറിയും. ഇവൻ പറയും ഞാനുണ്ടാവണത് ഇവനുള്ള കാരണം ഞാൻ എടുക്കുന്നത്. ഒരു പക്ഷെ അല്ലെങ്കിൽ എടുക്കൂലടാ. അങ്ങനെ നീ എടുക്കും ഇങ്ങനെ? ഞാൻ ആരെങ്കിലും കമ്പനി ഉണ്ടെങ്കിൽ അല്ല, കമ്പനി എങ്ങനെ എടുക്കും. പക്ഷെ ഞാൻ ആദ്യമായിട്ട് എങ്ങനെയൊക്കെ ചെയ്യുന്നത് എനിക്ക് പറ്റില്ല കൈസ്. എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നു. കൈസിന്റെ അടുത്ത് ആശയം പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെ ജസ്റ്റ് നടന്നു വരുന്ന കുറച്ച് ഷോർട്സിൽ എടുക്കാന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. എനിക്കറിയില്ല. ഇവൻ പറയുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ബാക്ക്ഗ്രൗണ്ട് ആണ് ഇത് എന്നൊക്കെയാണ്. നിങ്ങൾ പറഞ്ഞ നല്ല ബാക്ക്ഗ്രൗണ്ട്. അവിടെ ഇതിന്റെ വേറൊരു കാര്യം നമ്മൾ കാണിച്ചു കൊടുത്തില്ല. ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ ബാത്റൂമാണ്. ഞാൻ വിചാരിക്കുന്നത് എന്റെ വീട്ടിലേക്ക് എത്ര സാധനം പ്ലാൻ ചെയ്താലോ. അശ്വർ വരെ പറഞ്ഞ് നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് പോയാലോ. എവിടെയുള്ളത്? അപ്പുറം വാ, പോയി നോക്കാം. പക്ഷെ ഞങ്ങള് ഇവിടുത്തെ വാഷ്റൂം നിങ്ങൾക്ക് വേണ്ടിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോകാൻ കേട്ടോ. വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര, ഞാൻ പറയുന്നില്ല, നിങ്ങളത് കാണണം, കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. എത്ര ഫ്ലോർ ഉണ്ടോ ഇത്? നമുക്ക് തോന്നുന്നു 4 ഫ്ലോറാന്ന് തോന്നുന്നു. 4 ഫ്ലോറാ? എനിക്കും അറിയില്ല കാശ് ഇത് എത്ര ഫ്ലോർ ഉണ്ട് എന്നുള്ള കാര്യമൊന്നും കേട്ടോ. നമുക്ക് എന്തായാലും ബാക്കി കാര്യങ്ങളും കൂടെ നോക്കിയിട്ട് പോവാം. എനിക്ക് തോന്നുന്നു ഇങ്ങനെ നമ്മൾ 5-6 റൗണ്ട് ഇത് കൂടെ കറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 7-8 സബ്സ്ക്രൈബേഴ്സിന് നമുക്ക് ഇവിടെ നിന്ന് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. 10-200 കലോറീസും കുറയും. എനിക്ക് നോമ്പ് തുറക്കാനായില്ലടാ.
സമയം എത്രയായി? ഞാനത് നോക്കിയിട്ടില്ല. പക്ഷെ ടൈം നോക്കട്ടെ, ടൈം നോക്കിയിട്ടാണ് നോമ്പ് തുറക്കുക. രാവിലെ നോമ്പിലാണ്. 20 മിനിറ്റ് നോമ്പ് തുറക്കാൻ. 20 മിനിറ്റ് കൂടി ഉള്ളു. അപ്പൊ 20 മിനിറ്റുള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം? നോമ്പ് തുറക്കാൻ വേണ്ടി പോവാണ്. ഇവര് നോമ്പ് കൊള്ളാനാണ്, ഇവര് നോമ്പ് എടുക്കാന്നൊക്കെ പറഞ്ഞു. ഞാന് രാവിലെ നോമ്പിലായിരുന്നു, പക്ഷെ അതിന്റെ ഇടയ്ക്ക് ഇവൻ പറഞ്ഞ് ടയേർഡാണ്, കൊണ്ട് വീട്ടിൽ പോകണം, കിടക്കണം. ഞങ്ങൾ രാവിലെ നന്ദി ഹിൽസിലൊന്ന് കറങ്ങാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവൻ പറഞ്ഞ് ഇവൻ ടയേർഡാണ്, കിടക്കണം എന്ന് പറഞ്ഞ്. അപ്പൊ ഞാൻ റൂമിൽ പോയി കഴിഞ്ഞപ്പോ പിന്നെ എനിക്ക് വിഷം സഹിക്കാൻ പറ്റാത്ത കാരണം ഞാൻ എന്ത് ചെയ്തു? ആ നോമ്പ് അങ്ങ് ഒഴിവാക്കി ഗൈസ്. ഞാൻ ചെയ്തൊരു തെറ്റാണ് അശ്രേ. ആണെന്നും അല്ല, ആണെന്നും അല്ലെന്ന്. ഇല്ല അവൻ എന്നാലും അവന്റെ ഒരു മനസ്സ് ഞാന് അവൻ ഇങ്ങനെ പറഞ്ഞു, നീ ഒപ്പരുണ്ടെങ്കിൽ ഞാൻ നോമ്പ് നോക്കാൻ. നീ കൂടെ ഒപ്പരുണ്ട്. ഞാൻ എന്റെ മുമ്പ് ഇവന് ഒരു വെള്ളം വരെ കുടിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇല്ലടാ. പിന്നെ നീ രാവിലെ കുഴപ്പമൊന്നുമില്ല. നീ രാവിലെ കഴിച്ചിട്ടില്ലെന്നേ? ഞാൻ അതൊന്നും കഴിച്ചില്ലടാ. രാവിലെ ഒരു 4:30 കഴിച്ചാൽ ഒരു തുള്ളി വെള്ളം കുടിച്ചില്ല. പിന്നെ ഇന്നലെ കഴിച്ച ബീഫിന്റെ ഒന്നും രാവിലെ കാണാനുണ്ടായിരുന്നു. രണ്ടുവട്ടം മാത്രമില്ല കോഴിയാണ്. അതല്ല വൈറൽ പോസ്. നിങ്ങളിത് കാണണം. വൈറൽ പോസ്. നമ്മള് അവരെ വീഡിയോ നമ്മൾ എടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മള് ആക്ച്വലി ചെറുതായിട്ട് നമ്മൾ റൈറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ ഫോട്ടോ ഇവരെ കൊണ്ട് ഇപ്പം പറയുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഫോട്ടോ ഇവരെ കൊണ്ട് എടുപ്പിക്കാന്നാണ്. നമുക്ക് ചോദിച്ചു നോക്കിയാലോ അവരുടെ അടുത്ത്? ചോദിച്ചു നോക്കിയാലോ അവരുടെ അടുത്ത്? നിങ്ങൾ പറയാം, നമ്മൾ ചോദിച്ചു നോക്കിയാലോ? എന്തുകൊണ്ട് നമുക്ക് ചോദിച്ചുകൂടാ? നമ്മള് അവരുടെ ചോദിച്ചു നോക്കാം കേട്ടോ. അതിനുശേഷം ചിലപ്പോ ഞങ്ങള് ആ ബേക്കിൽ കാണുന്ന പെമ്പിളേരെ കൊണ്ട് ഫോട്ടോ എടുപ്പിച്ച് കഴിച്ചു. അടിപൊളി. ഇവന്റെ ഒരു നിർബന്ധമായിരുന്നു അവരെ കൊണ്ട് ഫോട്ടോ എടുപ്പിക്കണം. നിങ്ങൾ നോക്കൂ, കാണുന്നുണ്ട്. ഞാൻ ഇങ്ങനെ അയച്ചു കൊടുക്കാം. അടിപൊളി ഫോട്ടോസ്. എങ്ങനെയുണ്ട് ഞങ്ങളെ ഫോട്ടോസ്? രണ്ടുപേരും ഇത് മിക്കവാറും എന്റെ ഇൻസ്റ്റയിൽ ഞങ്ങളെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി ഞാൻ പോസ്റ്റ് ചെയ്യുന്നതാണ് കഴിച്ചത്. ഇപ്പം പോസ്റ്റ് ചെയ്യാൻ എനിക്കറിയില്ല കേട്ടോ, എൻ്റെ ഒരു ഇന്ത്യയാണ്. ഞാനെന്തായാലും ഇത് പോസ്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ. നമുക്ക് നോക്കി നോക്കാം കേട്ടോ എന്നിട്ട് എങ്ങനെയുള്ളതെന്നുള്ള. ഇനി നമുക്ക് അടുത്തൊരു കാഴ്ചയിലേക്ക് നമുക്ക് പോവാം കേട്ടോ. അടുത്ത കാഴ്ച let me go see with other things. അടുത്ത കാഴ്ച ഞങ്ങള് എസ്കലേറ്ററിലോട്ടോ പോകുന്നുട്ടോ. അടുത്ത കാഴ്ച എവിടെയാ? അത് നിങ്ങള് താഴെയുള്ളൊരു കാഴ്ച നോക്കി നോക്കൂ. ഇതിനെന്താ കാണാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും ഇല്ലല്ലേ, വലിയ കാണാനൊന്നുമില്ല. വൈഡില് ബ്യൂട്ടി കാണിച്ചു കൊടുക്കുക. വൈഡിൽ ബ്യൂട്ടി ഞാൻ കാണിച്ചിടാം. വൈഡിൽ ബ്യൂട്ടി എങ്ങനെയുണ്ട് മോനെ? മാള് എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? മാള് കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഞാൻ നമ്മുടെ ലുലു മാളിലൊക്കെ കയറുമ്പോൾ നമുക്ക് കുറെ ഈ പിള്ളേർക്ക് കളിക്കാനുള്ള കുറെ സംഭവങ്ങളാണ്. പിള്ളേരെ വീസിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എനിക്ക് ഭയങ്കര ക്രേസ് ആണ് മറ്റേ ഈ റൈഡിങ്ങും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉള്ളടാ. അതുപോലെയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഒന്നും കൂടി ഉഷാറായിരുന്നു. ഇല്ലടാ, ഇത് പക്ഷേ ഏറ്റവും മേലത്തെ ഫ്ലോറിൽ വരെ നമ്മള് പോയിട്ടുണ്ട്. മേലത്തെ ഫ്ലോറിൽ സാധനമില്ല. അപ്പൊ അതുകൂടി ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. വരുമായിരിക്കും. ഇപ്പൊ തുടങ്ങിയാലോ, അടുത്ത് വന്നോളൂ ഈ സാധനം. നിങ്ങളെ കാണുന്നത് അസ്തഫുള്ള എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനീഷ് ഗൈസ് അവിടെ അവനൊരു സീൻ കണ്ടിട്ടുണ്ടാവും. അതാണ് ഇവന്റെ സംഭവം. ഇവൻ അവിടെ കുറച്ച് നല്ല കാണാൻ ക്യൂട്ടായിട്ടുള്ള നല്ല പെമ്പിള്ളേരൊക്കെ ഉണ്ട്. അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നോക്കുന്നുണ്ട്. ഇപ്പൊ എന്താ തെറ്റില്ല, പക്ഷേ വലിയ തെറ്റുന്നില്ല. പക്ഷെ നീയല്ലടാ പറഞ്ഞത് പിന്നെ എന്താണ് നിനക്ക് മറ്റേ ഇവരെ ഇഷ്ടമല്ലാതെ? ഐ മീൻ എന്താണ് നേപ്പാളി ടൈപ്പുള്ള പെമ്പിള്ളേർ? അത് കൊറിയൻസ് ആടാ. അത് ഇവിടെ കൊറിയൻസ് എങ്ങനെയാ വരിക? കൊറിയൻസിന് വന്നൂടെ വിസ എടുത്തിട്ട്? കൊറിയൻസ് ഇവിടെ വിസ എടുത്തൊക്കെയാണ് പറയണത്. എന്തായാലും ആയിക്കോട്ടെ. ഇവിടെ ഇവന്റെ അഭിപ്രായത്തില് പിന്നെ ഞാൻ ഇവിടെ നേപ്പാളി പെമ്പിള്ളേരൊക്കെ കാണുമ്പോൾ ഞാൻ നോക്കാറുണ്ട്. ഞാൻ പറയാണ്ടായിരുന്നു എന്തൊരു സ്ഥലം അവർ കാണാൻ വേണ്ടിയിട്ട് ഇപ്പം പറയുന്ന കാര്യമാണ്. നിന്റെ ടേസ്റ്റ് അങ്ങനെയല്ല, നേപ്പാളി സ്ഥലം എനിക്ക് അങ്ങനെ വലിയ താല്പര്യമില്ല പറഞ്ഞ ഇവനാണ് ഇപ്പൊ 2 പെമ്പിള്ളേരെ ദൂരം നടന്നപ്പോൾ കാണാൻ കൊള്ളാല്ലേ എന്ന് പറയുന്നത്. 1000-ൽ 1-2 കാണാൻ കൊള്ളാം. ഇനി നമ്മള് മെല്ലെ ഇവിടെ നിന്ന് എക്സിറ്റ് അടിച്ചിട്ട് പിന്നെ എന്താണ് ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് പോകണം. നോമ്പ് കുറിക്കണം. അപ്പൊ ഇവിടെ മലയാളി റെസ്റ്റോറന്റ് ഉണ്ട് നമ്മൾ പറയണം അല്ലടാ? തലശ്ശേരി റെസ്റ്റോറന്റ് ഉണ്ട്. അപ്പൊ അവിടെ പോയിട്ട് ഞാൻ അവിടെ നിന്നുള്ള വീഡിയോസ് ഒക്കെ കാണാം കേട്ടോ. നമ്മള് നോമ്പ് തുറക്കുന്ന തിരക്കിൽ നമുക്ക് കാര്യങ്ങളായിട്ട് കാര്യമായിട്ട് എടുക്കാനൊന്നും പറ്റില്ല. എന്നാലും കുഴപ്പമില്ല. ഞങ്ങൾ നോമ്പ് തുറന്നൊരു പെട്ടെന്ന് വരാം ഗൈസ്. ഒരുപാട് ഭക്ഷണം ഇവിടുന്ന് നല്ല അടിയാണ്, നല്ല പോണിങ്ങാണ്, നല്ല വിഷമം പാവുണ്ട്. എനിക്ക് നോമ്പല്ല, ഓന് നോമ്പുണ്ട്. എന്നിട്ട് ഹാപ്പി ആയിടാ.
ഹാപ്പിയായി ബില്ല് കാണുമ്പോൾ. ബില്ല് നമുക്ക് വന്ന ബില്ല് വെച്ചിട്ട് 365 അല്ലേ? അപ്പങ്ങൾ അപ്പങ്ങൾ തിന്നിട്ട് മാത്രം കുറച്ച് കൂടുതലാണ് വെച്ചിട്ട് കുറച്ച് കൂടുതലാണ്. പക്ഷെ എന്നാലും വൃത്തിയായില്ല അല്ലേ? ഷെയ്ക്കൊക്കെ കുടിച്ചില്ല, അതുകൊണ്ട് ഷെയ്ക്കൊക്കെ. അപ്പോൾ കുഴപ്പമില്ല. നമ്മളെ ഇന്നത്തെ വ്ളോഗ് നമ്മുടെ മാൾ ഓഫ് ഏഷ്യൻ്റെ ഇവിടെ ഉണ്ടായിരിക്കുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും തലശ്ശേരി റെസ്റ്റോറൻറ്റ്, മാൾ ഓഫ് ഏഷ്യ ഉണ്ടായത് തലശ്ശേരി റെസ്റ്റോറൻറ്റിൽ കേട്ടോ. അപ്പോൾ ബൈ.